സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസാധാരണത്തുള്ള ഒരു പഴത്തെ സംബന്ധിച്ചാണ്. അതായത് സാധാരണ പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗുണവിശേഷങ്ങളുള്ള അത്തിപ്പഴത്തെക്കുറിച്ച്. ഒന്ന് കേട്ടോ. അത്തിപ്പഴം എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല, കഴിക്കാത്തവരും കുറവായിരിക്കും. എന്നാൽ അത്തിപ്പഴം ഒരു പഴമല്ല എന്ന് എത്ര പേർക്കറിയാം? യഥാർത്ഥത്തിൽ അത്തിപ്പഴം അത്തിമരപ്പൊക്കൾ അടങ്ങിയ തണ്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് അത്തിപ്പഴം ഒരു സംയോജിത പഴമാണെന്ന് സാരം. ഒരു പൂങ്കുലയിലെ നിരവധി ചെറിയ പൂക്കൾ ഒരുമിച്ച് ചേർന്ന് രൂപം കൊള്ളുന്ന ഒരു ഭാഗമാണിത്. അതിനെയാണ് സംയോജിത പഴം എന്ന് പറയുന്നത്. നിരവധി പൂക്കൾ ഉൾക്കൊള്ളുന്ന ഈ പൂങ്കുലയ്ക്ക് മുകളിൽ ഒരു ആവരണം പോലെ പുറന്തൊലി വരുന്നതിനാലാണ് ഇത് പഴം പോലെ ആയിത്തീരുന്നതും നമുക്ക് തോന്നുന്നതും. മരങ്ങൾ പൂക്കാതെ കായ്ക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അത്തി പൂക്കുന്നതോ അത്തിപ്പൂക്കളോ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പൂക്കൾ മൊട്ടിടുന്നതും കേസരങ്ങൾ മുളയ്ക്കുന്നതുമെല്ലാം പുറന്തൊലിയാൽ ആവരണം ചെയ്തതിൻ്റെ അകത്തായതുകൊണ്ടാണിത്. പഴത്തിൻ്റെ തായ് ഭാഗത്ത് പ്രാണികൾക്ക് പ്രവേശിക്കാനാവുന്ന ഒരു സുഷിരമുണ്ടെങ്കിലും അത് സാധാരണ നമ്മുടെ കണ്ണിൽ പെടാറില്ല. സാധാരണ ഏതെങ്കിലും പഴത്തിനകത്ത് പ്രാണികൾ പ്രവേശിച്ചാൽ ആ പഴം കേടുവരാറാണ്. എന്നാൽ അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ പ്രാണികൾ പ്രവേശിച്ചെങ്കിൽ മാത്രമേ പരാഗണം നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ വിത്തുൽപാദനവും പഴം പാകമാകലുമൊക്കെ നടക്കൂ. ഇത്തരം പ്രാണികൾ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങൾ വളരുന്നതുമെല്ലാം അത്തിപ്പഴത്തിന് അകത്ത് തന്നെയാണ്. അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണിത്. വിശുദ്ധ ഖുർആനിൽ 95-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ തന്നെ ദൈവം അത്തിമരത്തെയും ഒലീവ് മരത്തെയും പിടിച്ച് ആണയിടുന്നതായി കാണാം. അത്തിമരത്തിൻ്റെയും ഒലീവ് മരത്തിൻ്റെയുമെല്ലാം ജനിതക ഘടന, പരാഗണം തുടങ്ങിയവയുടെ പ്രത്യേകതകൾ കൊണ്ടാകാം ഇത്തരം പരാമർശം എന്നാണ് അനുമാനം. ഹീബ്രു ബൈബിളിലും ഇവയെക്കുറിച്ചും അത്തിമരത്തെക്കുറിച്ചും പലയിടങ്ങളിലും പരാമർശം വന്നതായി കാണാം. അത്തിയുടെ ഇനത്തിൽപ്പെട്ട ബോധിവൃക്ഷത്തെ സംബന്ധിച്ച് ബൗദ്ധ, ഹിന്ദു കൃതികളിലും ധാരാളമായി പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അത്തിപ്പഴത്തിൻ്റെ നാം കാണുന്ന രൂപത്തിന് അകത്ത് ഓരോ ചെറിയ പൂവും ഒരു ചെറിയ ഫലം ഉൽപ്പാദിപ്പിക്കുകയും അവയെല്ലാം ഒരുമിച്ച് ചേർന്ന് അത്തിപ്പഴം രൂപം കൊള്ളുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അത്തിപ്പഴം പൊളിച്ചു നോക്കിയാൽ അതിനകത്ത് നിരവധി പൂക്കൾ നമുക്ക് കാണാനുമാകും. ചിലപ്പോഴൊക്കെ കടന്നലുകളെയും അകത്തു കാണാം. പെൺകടന്നൽ അതിനകത്ത് മുട്ടയിട്ട് വളരുന്ന കുഞ്ഞുങ്ങളാണിത്. ഇനി എങ്ങനെയാണ് അത്തിപ്പഴത്തിൻ്റെ പരാഗണം നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത്തിപ്പഴത്തിൻ്റെ പരാഗണം നടക്കുന്നത് ഒരു സവിശേഷമായ രീതിയിലാണ്. അത്തിപ്പഴത്തിൽ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ട്. ആൺപൂക്കൾ ചെറുതും പച്ച നിറത്തിലുള്ളതുമാണ്. പെൺപൂക്കൾ വലുതും മാംസളവുമായിരിക്കും. ഇതിനും പച്ച നിറം തന്നെയാണ്. പെൺപൂക്കളുടെ ഉള്ളിലെ അറയിലാണ് അണ്ഡകോശങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അത്തിപ്പഴത്തിൽ പരാഗണം നടത്തുന്നത് ഒരു പ്രത്യേകതരം കടന്നലുകളാണ്. അതിനെ ഫിഗ് വാസ്പ് അഥവാ അത്തിപ്പഴക്കടന്നൽ എന്നാണ് വിളിക്കുക. ഈച്ചവർഗത്തിൽപ്പെട്ട ഇവയ്ക്ക് ചെറിയ ശരീരവും നീളമുള്ള നാവുമൊക്കെയാണുള്ളത്. ഈ കടന്നലുകൾ ആൺപൂക്കളിൽ നിന്ന് പരാഗം ശേഖരിക്കുകയും പെൺപൂങ്കുലയിലേക്ക് എത്തുകയും പൂക്കളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അഥവാ പഴത്തിൻ്റെ ഉള്ളിലേക്ക് താഴെയുള്ള സുഷിരത്തിലൂടെ പ്രവേശിക്കുകയുമാണ് ചെയ്യുക. ഒരു ആൺപൂവിനകത്തേക്ക് പഴത്തിൻ്റെ അടിയിലെ വൃത്താകൃതിയിലുള്ള വിടവിലൂടെ അല്ലെങ്കിൽ സുഷിരത്തിലൂടെ പ്രവേശിച്ചാണ് പരാഗം കടന്നലുകൾ ശേഖരിക്കുക. ഈ കടന്നൽ പിന്നീട് ഒരു പെൺപൂവിൽ പ്രവേശിക്കുമ്പോൾ അഥവാ ഒരു പെൺപൂ ഉൾപ്പെടുന്ന അത്തിപ്പഴത്തിൽ പ്രവേശിക്കുമ്പോൾ പരാഗം അണ്ഡകോശങ്ങളിലെത്തുകയും അവയെ ബീജസങ്കലനം നടത്തുകയും ചെയ്യുന്നു.
അങ്ങനെ അണ്ഡകോശങ്ങൾ വിത്തുകളായി വികസിക്കും. തുടർന്ന് പെൺപൂക്കൾക്ക് ചുറ്റുമുള്ള ഭാഗം ഒരു ഫലമായി വികസിക്കും. അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ വിത്തുകളും അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത്തിപ്പഴക്കടന്നലുകൾ അതിൻ്റെ പുറകിലെ സുഷിരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അഥവാ പെൺകടന്നലുകളാണല്ലോ ഇങ്ങനെ പ്രവേശിക്കുന്നത്, അവയുടെ ചിറകുകൾ ഒടിഞ്ഞു പോകും. പിന്നീട് അവയ്ക്ക് ഇതിൽ നിന്ന് പുറത്ത് കടന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല. അവ പഴത്തിനകത്ത് മുട്ടയിട്ട് പ്രജനനം നടത്തുകയും ചെയ്യും. ശേഷം അവ അവിടെ തന്നെ മരിച്ച് ഡീകമ്പോസ്ഡായി പഴത്തിൻ്റെ തന്നെ ഭാഗമായിത്തീരും. പഴത്തിൽ നിക്ഷേപിച്ച മുട്ടകൾ വിരിയുന്ന പെൺകടന്നലുകൾ മറ്റ് പഴങ്ങളിലേക്കും പൂവുകളിലേക്കും പോയി പരാഗങ്ങൾ ശേഖരിച്ച് പരാഗണം നടത്തിക്കൊണ്ടിരിക്കും. ആൺകടന്നലുകളാകട്ടെ അവിടെ തന്നെ സമാധിയാവുകയാണ് സാധാരണ ചെയ്യാറ്. ഇവ മെയ്റ്റ് ചെയ്തതിന് ശേഷമാണ് പെൺകടന്നലുകൾ പുറത്തേക്ക് പോവുക. മെയ്റ്റിംഗ് കഴിഞ്ഞാൽ ആൺകടന്നലുകൾ സമാധിയാവുകയാണ് പതിവ്. ലോകത്ത് 800ഓളം ഇനം അത്തിമരങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവയിൽ ഏകദേശം 100 ഇനങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. അരയാൽ, പേരാൽ തുടങ്ങിയവയെല്ലാം അത്തിയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന അത്തി ഇനങ്ങളിൽ ചിലത് പനസ, അത്തി, അരളി, ജപ്പാനീസ് അത്തി, ഇന്ത്യൻ അത്തി, ഫിഗ് എന്നിവയൊക്കെയാണ്. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന അത്തിപ്പഴം ഇന്ത്യൻ ജെയിൻറ്റ് ഫിഗ് വർഗത്തിൽപ്പെട്ടതാണ്. പഴങ്ങൾ പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇവ കായ്ക്കാറുള്ളത്. വളരെ പോഷകസമൃദ്ധമായ ഒരു പഴമാണിതെന്ന് എല്ലാവർക്കും അറിയാം. ഫൈബർ, പൊട്ടാസ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ B6, കാൽസ്യം, ഇരുമ്പ് എന്നിവ അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള പഴമാണ് അത്തിപ്പഴം. ഊർജത്തിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണിത്. ദഹനം സുഖകരമാക്കാൻ സഹായിക്കുന്ന പഴമാണ് അത്തിപ്പഴം. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ, രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ, എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ, അതുപോലെ തന്നെ ക്യാൻസറിനെതിരായ പോരാട്ടത്തിന് പ്രതിരോധ മരുന്ന് പോലെ പ്രവർത്തിക്കാൻ, എല്ലാം ശരീരഭാരം കുറയ്ക്കുന്നതിനൊക്കെ അത്തിപ്പഴം സാധാരണയായി പ്രസിദ്ധമാണ്, കേൾവി കേട്ടതാണ്. പഴത്തെ ജെല്ലി ആയിക്കൊണ്ടും അതുപോലെ തന്നെയുള്ള കൺഫെക്ഷണറി ഐറ്റങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട്. ചുരുക്കത്തിൽ സാധാരണ പഴം പോലെയുള്ള ഒരു പഴം മാത്രമല്ല അത്തിപ്പഴം. അസാധാരണ ജൈവഘടനയുള്ള ഒരു സംയോജിത ഫലം തന്നെയാണ് അത്തിപ്പഴം. കിലോയ്ക്ക് 1100ഓളം രൂപയാണ് ഇന്ന് അതിൻ്റെ മാർക്കറ്റ് വില. ന്യൂട്രീഷൻ റിച്ചായിട്ടുള്ള അത്തിപ്പഴം കഴിക്കാൻ ആരും മടിക്കാറില്ല. ലഭ്യമായ മുറയ്ക്ക് എല്ലാവരും കഴിക്കാറുമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴം കൂടിയാണ് അത്തിപ്പഴം. എന്നാൽ അത്തിപ്പഴം സാധാരണ പോലെയുള്ള പഴമല്ല എന്ന് അധികമാർക്കും അറിയാത്ത കാര്യം തന്നെ.